ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബൈജുവിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ബൈജു അങ്ങനെ ജീപ്പിൽ വരണ സമയത്ത് അവന്റെ വഴി തടഞ്ഞുകൊണ്ട് ആ സ്റ്റെഫിയുടെ രണ്ട് ഗുണ്ടകളുണ്ടല്ലോ, അവര് വണ്ടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്, അവരുടെ ടൂ വീലറിൽ. അപ്പോൾ അവരോട് ബൈജു പറയുന്നുണ്ട്, മാറി നിൽക്കണേ, എന്താടാ റോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബൈജുവിന്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ അവരങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മാറടാ എന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങനെ തട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും ബൈജുവിനെ നല്ല അടിയടിക്കുന്നുണ്ട്, മുഖത്തും അതുപോലെ തന്നെ വലിയൊരു ഇരുമ്പ് വടി എടുത്തിട്ട് അവന്റെ കാലിൽ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്റ്റെഫിയുടെ എൻട്രി. അപ്പോൾ സ്റ്റെഫി കാറിൽ വരികയാണ്. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവള് വന്നിട്ട് ഈ രണ്ട് ഗുണ്ടകളെയും അവനെ ബൈജുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഈ രണ്ട് ഗുണ്ടകളെയും അടിച്ച് തവിട് പൊടിയാക്കി അവരെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. എന്തായാലും ഈ ഗുണ്ടകളും സ്റ്റെഫിയും ചേർന്നിട്ടുള്ള ബൈജുവിന്റെ മനസ്സ് കീഴടക്കാനുള്ള സ്റ്റെഫിയുടെ പുതിയ അടവാണെന്നൊന്നും നമ്മുടെ ബൈജുവിനൊട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവള് വന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു എൻട്രി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ അക്രമങ്ങളൊക്കെ കാണുമ്പോൾ, തെറ്റായത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു പെൺകുട്ടികളൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റില്ല എന്ന് ബൈജു പറയുമ്പോൾ, ഇപ്പോൾ ഓരോന്നൊക്കെ പൊട്ടിമുളച്ച് വരുന്നുണ്ട് ഇങ്ങനെയുള്ള സ്വഭാവം എന്നിങ്ങനെ സ്റ്റെഫി പറഞ്ഞിട്ട് എന്നാൽ കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും നമ്മുടെ ബൈജു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സ്റ്റെഫിയുടെ ആ പ്രകടനം കണ്ടിട്ട്. അതിനുശേഷമാണെങ്കിൽ ബൈജു നേരെ കല്യാണിയുടെയും കിരണിൻ്റെയും അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതാരാണ് അപ്പം നിന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വന്നിട്ട്? എന്തായാലും നിന്റെ ശത്രുക്കൾ ആരും ആവില്ലടാ, ഞങ്ങളുടെ ശത്രു ആയിരിക്കും എന്ന് കിരൺ പറയുന്നുണ്ട്. അതെനിക്കറിയാം, അല്ലാതെ എനിക്ക് ഈ നാട്ടിൽ എവിടെയാ ശത്രുക്കളുള്ളത്? ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ വന്നു എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നെ തല്ലിയത് എന്നിങ്ങനെ ബൈജു പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാടാ പെൺകുട്ടി? അപ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. നീ പേരൊന്നും ചോദിച്ചില്ല? അപ്പോൾ പേരൊന്നും ചോദിച്ചില്ല, ഞാൻ അവളുടെ ആ ഒരു പ്രകടനം കണ്ട് അന്തം വിട്ട് നിന്ന് പോവുകയായിരുന്നു. പേരും ചോദിച്ചില്ല, ഫോൺ നമ്പറും ചോദിച്ചില്ല എന്ന് ബൈജു പറയുമ്പോൾ, അയ്യോ അത് കഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് കല്യാണം ഇങ്ങനെ കളിയാക്കാണ്. എന്തായാലും ബൈജു, നീ ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ആ പെൺകുട്ടി അത് ഇതാണെങ്കിൽ ആയിക്കോട്ടെ, നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ ഇനി എന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണൂടാ. അപ്പം നീ എന്തായാലും ഫോൺ നമ്പറൊക്കെ വാങ്ങിയാൽ മതി. അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ബൈജു പറയുന്നുണ്ട്. എന്തായാലും ബൈജുവിൻ്റെ മനസ്സിൽ അവൾ കയറി കൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് കല്യാണി കളിയാക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ നിനക്കെന്തായാലും നല്ലൊരു പെൺകുട്ടിയെ, എനിക്കെന്തായാലും പ്രായം കൂടിപ്പോയി, ഇനിയിപ്പോൾ ഇത്തിരി പ്രായം കൂടിയ പെണ്ണുങ്ങളൊക്കെ തന്നെ നിനക്ക് കിട്ടുള്ളൂ എന്ന് കിരൺ പറയുമ്പോൾ, അപ്പം ശരി പോട്ടേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എന്താടാ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പോകുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ബൈജു അങ്ങനെ പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശനെ രണ്ട് പെൺമക്കൾ അപ്പുറപ്പുറം പതുക്കെ ഇങ്ങനെ നടത്തുകയാണ്. അപ്പോൾ ആ കാലുകൊണ്ട് നടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നടക്കുന്ന സമയത്ത് ചെറിയൊരു ചുമക്ക് വരുന്നുണ്ട്. എന്താ വെച്ചാൽ അച്ഛന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല മക്കളെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഡബിൾ ഓക്കെയാണെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ചു നേരം നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ബൈജുവിനെ തല്ലിയ കാര്യം പറയുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. എന്തായാലും ബൈജുവിൻ്റെ ആ എൻട്രി, ബൈജു എല്ലാവരെയും പേടിപ്പിച്ചു. ഞാൻ എൻ്റെ ജീവൻ പോലും ആ സമയത്ത് എനിക്ക് പോണ പോലെ തോന്നി ഇങ്ങനെ ഒരു ഭീഷണിയൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അവരാരെങ്കിലും ആരണാവോ അവനെ തല്ലിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മക്കളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വലിയൊരു ഗ്രൗണ്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, നല്ല ഗ്രൗണ്ടാണ് കല്യാണി മോളെ, നമുക്കൊന്ന് ഡ്രൈവിങ് പഠിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴോ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ വായു എന്ന് പറയാണ്. അപ്പോൾ കാർത്തികോട് ചോദിക്കുന്നുണ്ട്, മക്കളെ നിനക്കറിയോ കാർ ഓടിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ, പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഓടിക്കാറില്ല, ഡ്രൈവറുള്ള കാരണം ഡ്രൈവറാണല്ലോ ഓടിക്കാറെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയാണ്. രണ്ടുപേരും കാറിലോട്ട് കയറി എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആദ്യം തന്നെ ചേച്ചി കയറിക്കോ എന്ന് പറയണം. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ആദ്യം കല്യാണി കയറി. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവണം. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, രണ്ടുപേരും അങ്ങ് കാറിലോട്ട് കയറിയേ, ഞാൻ പറഞ്ഞു തരാം, കല്യാണി മോള് ഫ്രണ്ടിൽ കയറി, കാർത്തി മോള് എന്തായാലും ബാക്കിൽ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ അവരങ്ങനെ കല്യാണിയെ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കല്ല് വരുമ്പോൾ അവൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ഇടുകയും, അപ്പോൾ എന്താ പറ്റിയ മോളെന്താ ഈ ഒരു എല്ലാ കാര്യത്തിലും ബുദ്ധി കൂടുതലാണല്ലോ, ഇതിൽ മാത്രം എന്താന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അരികിലുള്ളത് കാരണമാണെന്ന് പറയുന്നുണ്ട്. അത് ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അതല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ
ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം മക്കളും അച്ഛനും കൂടിയിട്ട് പ്രകാശിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ പ്രകാശിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനെ പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങിത്തരണമെന്നാണ് വിചാരിച്ചത് എന്ന് പറയുമ്പോഴും അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കല്യാണിയും കൂടിയിട്ട് ഇവിടേക്ക് വന്നത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അച്ഛൻ ഉണ്ടാക്കി തരുമെങ്കിലും അച്ഛൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, ആ കടങ്ങളൊക്കെ ബാക്കിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശം പറയണം, മക്കളുടെ കടങ്ങളല്ല ബാക്കി, എൻ്റെ കടങ്ങളാണ് മുഴുവനും ബാക്കി കിടക്കുന്നത് എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, അതെ എനിക്ക് വലിയ കാര്യത്തിലൊന്നും പാചകമൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയുമ്പോഴും അതിനെന്താ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും പച്ചക്കറി എന്തെങ്കിലും അരിയാനായിട്ട് കൂടാം, കല്യാണിയുടെ കൂടെ കൂടാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രകാശം പറയാണ്, അതിനെന്താ, കല്യാണി മോൾക്ക് എല്ലാം അതും അറിയാം, അവൾക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, അവൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും എല്ലാം പാചകമൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കും, അങ്ങനെയാണ് അവൾ എന്ന് പറഞ്ഞിങ്ങനെ എന്തായാലും അച്ഛൻ റെസ്റ്റ് എടുക്കും, ഞങ്ങൾ എന്തായാലും അച്ഛൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കല്യാണിയും കാർത്തികയും അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തായാലും പ്രകാശിന്റെ മനസ്സ് നിറഞ്ഞ് പ്രകാശ് അങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫിയെ തന്നെയാണ്. സ്റ്റെഫി ആണെങ്കിൽ നേരെ ഗംഗയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ കാര്യം അവൻ്റെ മനസ്സിലേക്ക് ഞാൻ പിടിച്ചു കയറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി സ്റ്റെഫി ഗംഗയോട് പറയുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം, എന്തായാലും ഈ ബൈജുവിനെ പറ്റിയിട്ട് ഞാൻ ഇവിടുത്തെ ഇവനോടൊക്കെ ചോദിച്ചായിരുന്നു, വിക്രത്തിനോടും അതുപോലെ രാഹുൽ സാറിനോടും മനുവിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ അവനെ അറിയാം, അവനൊരു കോമാളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കല്യാണിയുടെയും കിരണിന്റെയും കൂടെ കൂടിയപ്പോഴാണ് ആ കോമാളിത്തത്തെ ഒരു ഒക്കെ മാറ്റം വന്നത് എന്നിങ്ങനെയൊക്കെ നമ്മുടെ ഗംഗ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, ഇപ്പോഴൊരു കോമാളി തന്നെയാണ്, എനിക്ക് കണ്ടപ്പോൾ തോന്നിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും സംശയം ഉണ്ടാവോ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, അതാണ് എനിക്കൊരു ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തായാലും സൂക്ഷിക്കണം, നിനക്കറിയാലോ വിക്രം ഒരു ചാവേറ് ആണ്, അതുകൊണ്ട് തന്നെ അവനെ പുറത്തിറക്കിയപ്പോൾ നീയും കൂടിയിട്ടല്ലേ അവരെ കൊടുക്കാൻ നോക്കിയത്, പക്ഷെ നിനക്ക് പറ്റിയില്ല, അവരെ ബുദ്ധിയുള്ളവരാണ്, അപ്പോൾ അവരുടെ കണ്ണുകൾ എൻ്റെ പുറകെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ സ്റ്റെഫി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നീ കാര്യങ്ങളൊക്കെ കറിഞ്ഞിട്ട് വേണം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കല്യാണിയെയും കിരണിനെയും നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുത്തണം, അവരവിടെ വെച്ചിട്ട് അതോടുകൂടി തീർക്കണം, അതുവരെയും അവർ നിന്നെ അറിയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുമായി സെൽഫി എടുക്കാനും അവർക്ക് നിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാനൊന്നും പാടില്ല, പരമാവധി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫി അവിടെ നിന്നും പോരുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്റ്റെഫി വീണ്ടും ഈ ബൈജു ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റെഫി കരുതി കൂട്ടിയിട്ട് തന്നെ അവനെ കാണാത്ത ഭാവത്തിൽ അവന്റെ അരികിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ബൈജുവിനെയാണെങ്കിൽ ഇവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പൊ ഹലോ എന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കൊണ്ടുന്നുണ്ട് സ്റ്റെഫി. അറിയോ എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യം കണ്ട ആൾക്കാരെ ഞാനൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, തല്ല് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് അത്ര അധികം തല്ലൊന്നും കിട്ടിയില്ലല്ലോ, അപ്പോഴേക്കും രക്ഷകിയായിട്ട് ഇയാൾ എത്തിയില്ലോ എന്നിങ്ങനെ ബൈജു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെ ഞാൻ ആ സമയത്ത് പേര് ചോദിക്കാനൊക്കെ മറന്നു, എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ സ്റ്റെഫി എന്ന് വിളിക്കും, പിന്നെ മീനു എന്ന് വീട്ടിൽ ഇഷ്ടമുള്ളവർ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പേര് ബൈജു എന്ന് തന്നെയാണ് എന്നെ ഇഷ്ടമുള്ളവർ വിളിക്കാറെന്നൊക്കെ ബൈജു പറയുന്നുണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ബൈജു ചോദിക്കുകയാണ്. എന്തിനാ, ഇനി തല്ല് കിട്ടുമ്പോൾ വിളിക്കാനാണോ എന്ന് ഒരു കോമഡി പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്റ്റെഫി അതങ്ങ് ഇഷ്ടപ്പെടുകയാണ്. എന്തായാലും ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് സ്റ്റെഫി ബൈജുവിനായി. ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.